ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഐ ആം അശ്വതി. നമുക്കറിയാം VFA എക്സാം ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ VFAയിലെ കുറച്ച് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്, VFA എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചോദ്യങ്ങളിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഏതാണ്? നോക്കിക്കേ, ഖരവസ്തുക്കൾ നേരിട്ട് വാതകമാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ് ഡയറക്റ്റ് വേപ്പർ ആകുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ഉത്പതനം, ബി ദ്രവീകരണം, സി ബാഷ്പീകരണം, ഡി പറയുന്നുണ്ട് ഇവ ഒന്നുമല്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഖരവസ്തുക്കൾ നേരിട്ട് വാതകമാകുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നേ? നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആണ് അല്ലെ, ഉത്പതനമാണ്. അല്ലെങ്കിൽ അതിനെന്താ പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയും. അപ്പോ ഖരവസ്തുക്കള് സോളിഡ് ഡയറക്റ്റ് വേപ്പർ ആകുന്ന പ്രക്രിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഉത്പതനമാണ്, സബ്ലിമേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആറ്റത്തിന്റെ ആറ്റോമിക നമ്പർ 6 മാസ് നമ്പർ 13 ആണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? അപ്പോ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 6 തന്നിട്ടുണ്ട്. മാസ് നമ്പർ 13 തന്നിട്ടുണ്ട് അല്ലെ. അതിന്റെ ന്യൂട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ന്യൂട്രോണുകളുടെ എണ്ണം? നമുക്ക് നോക്കാം. ആൻസർ നോക്കിക്കേ. ഓപ്ഷൻ ബി ആണ്, 7 ആണ് ന്യൂട്രോണുകളുടെ എണ്ണം. എങ്ങനെയാണ് ന്യൂട്രോണുകളുടെ എണ്ണം കാണുന്നത്? നമുക്ക് മാസ് നമ്പർ തന്നിട്ടുണ്ട്, ആറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്. അപ്പൊ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ അല്ലേ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്? അല്ലേ, ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ആണ്. ആണല്ലോ. അപ്പൊ 13 മൈനസ് 6 നമുക്ക് 7 എന്ന് കിട്ടി. അതാണ് ഇവിടത്തെ ന്യൂട്രോണുകളുടെ എണ്ണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇരുമ്പിന്റെ അയിര് ഏത്? ഇരുമ്പിന്റെ അയിര്, ഇരുമ്പിന്റെ ഓർ ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ ബോക്സൈറ്റ്, സി കലാമിൻ, ബി കുപ്രൈറ്റ്, ഡി ഏതാണ്? ഹെമറ്റൈറ്റ്. അപ്പോ ഇരുമ്പിന്റെ അയിര് ഏതാ? നമുക്ക് നോക്കാം. ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ നിങ്ങൾ കണ്ടു. ഉത്തരം എന്താണ്? ഹെമറ്റൈറ്റ് ആണ്. ഇരുമ്പിന്റെ അയണിന്റെ ഓർ എന്താണ്? ഹെമറ്റൈറ്റ് ആണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കിക്കേ. ബോക്സൈറ്റ് ഏതിന്റെ ഓറാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ ആണ് അല്ലെ. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. കലാമിൻ ഏതിന്റെയാണ്? കലാമിൻ സിങ്കിന്റെ ആണ്. ആണല്ലോ, സിങ്കിന്റെ അയിരാണ് കലാമിൻ. അതുപോലെ കുപ്രൈറ്റ്, കുപ്രൈറ്റ് ഏതിന്റെയാണ്? കോപ്പറിന്റെ ഓറാണ് അല്ലെങ്കിൽ അയിരാണ്. ഏത്? കുപ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അയണിന്റെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇരുമ്പായിരുന്നു. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹെമറ്റൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് മുന്നായിട്ട് നമുക്ക് കുറച്ച് മെറ്റൽസും ലോഹങ്ങളും അവയുടെ അയിരുകളും ഒന്ന് പരിചയപ്പെടാം. അപ്പൊ അലുമിനിയം നമ്മൾ ഇപ്പൊ തന്നെ കണ്ടതാണ്. അലുമിനിയത്തിന്റെ ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഇരുമ്പിന്റെ നമ്മൾ ഹെമറ്റൈറ്റ് പഠിച്ചു. ഒപ്പം തന്നെ മാഗ്നറ്റൈറ്റ് ഉണ്ട് കേട്ടോ. മാഗ്നറ്റൈറ്റ്, ഇരുമ്പിന്റെ ഹെമറ്റൈറ്റ് ഉണ്ട്, ഒപ്പം തന്നെ മാഗ്നറ്റൈറ്റ് ഉണ്ട്. പിന്നെ ചെമ്പിന്റെ, കോപ്പറിന്റെ ഏതാണ്? കോപ്പറിന്റെ അയിരാണ് കോപ്പർ പൈറൈറ്റ്സ്. കോപ്പർ പൈറൈറ്റ്സ്. കുപ്രൈറ്റ് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഉള്ള വേറൊരു ഓറാണ് ഏത്? കോപ്പർ പൈറൈറ്റ്സ്. ഓക്കെ, ഇനി സിങ്കിന്റെ ഓറാണ് ഏത്? സിങ്ക് ബ്ലെൻഡ് കേട്ടോ. സിങ്ക് ബ്ലെൻഡ്. കലാമിൻ നമ്മളിപ്പോ തന്നെ കണ്ടു ക്വസ്റ്റ്യനിൽ. ഒപ്പം ഉള്ളതാണ് സിങ്ക് ബ്ലെൻഡ്. ലെഡ് ഏതാണ്? ലെഡ് PB അല്ലെ. ലെഡിന്റെ ഏതാണ്? ലെഡിന്റെ ആണ് ഗലീന. ലെഡിന്റെ ആണ് ഗലീന. PBS ആണ്. ഓക്കെ, ലെഡിന്റെ ആണ് ഗലീന. അടുത്തത് ടിന്നിന്റെ ആണ് ഏത്? കാസിറ്ററേറ്റ്. ടിന്നിന്റെ ഏതാണ്? കാസിറ്ററേറ്റ്. ഇനി അടുത്ത ലോഹമാണ് ഏത്? മെർക്കുറി. മെർക്കുറിയുടെ ആണ് സിന്നബാർ. മെർക്കുറിയുടെ ഏതാണ്? സിന്നബാർ. ഓക്കെ, കിട്ടിയല്ലോ. ഇത്രയും ലോഹങ്ങളും അതിന്റെ അയിരുകളും മനസ്സിലായല്ലോ. ഇനി അടുത്തത് കുറച്ച് പേരും കൂടി ഉണ്ട്. വെള്ളി, സിൽവർ. സിൽവറിന്റെ ഏതാണ്? അർജന്റൈറ്റ് കേട്ടോ. സിൽവറിന്റെ ഓർ ഏതാണ്? അർജന്റൈറ്റ്. ഇനി അടുത്തത് മാംഗനീസ്. മാംഗനീസിന്റെ ഏതാണ്? പൈറോലുസൈറ്റ്. പൈറോലുസൈറ്റ് ആണ് മാംഗനീസിന്റെ. ഇനി അടുത്തത് ക്രോമിയം. ക്രോമിയത്തിന്റെ ഏതാണ്? ക്രോമൈറ്റ് കേട്ടോ. ക്രോമിയത്തിന്റെ ക്രോമൈറ്റ്. അടുത്തത് ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ ഏതാണ്?
ഇൽമനൈറ്റ്, ടൈറ്റാനിയത്തിന്റെ ഇൽമനൈറ്റ് ആണ്. പൊട്ടാസ്യത്തിന്റെ പൊട്ടാസ്യത്തിന്റെ ഓർ ഏതാണ്? കാർണലൈറ്റ്. കേട്ടോ, കാർണലൈറ്റ് ആണ് പൊട്ടാസ്യത്തിന്റെ. ഇനി കാൽസ്യത്തിന്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലൈംസ്റ്റോൺ ആണ്. കാൽസ്യത്തിന്റെ ഏതാണ്? ലൈംസ്റ്റോൺ ആണ്. ലാസ്റ്റത്തെ മഗ്നീഷ്യത്തിന്റെ ഏതാണ്? മാഗ്നസൈറ്റ് ആണ്. കേട്ടോ, മാഗ്നസൈറ്റ് ആണ് മഗ്നീഷ്യത്തിന്റെ. അപ്പം നിങ്ങൾ ഇതിന്റെ അകത്ത് ക്രോമിയം, ടൈറ്റാനിയം, അതുപോലെ തന്നെ കാൽസ്യം ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ക്ലിയർ ആയല്ലോ? ലോഹങ്ങളും ഇപ്പൊ പരിചയപ്പെട്ട ലോഹങ്ങളും അതിന്റെ അയിരുകളൊക്കെ നന്നായിട്ട് നോക്കി പോവാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ് മക്കളെ. നോക്കിയേ, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ഇതിന്റെ അകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. നിക്രോം, അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, സി ഏതാണ്? അൽനിക്കോ, ഡി ഏതാണ്? വെങ്കലം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? അൽനിക്കോ ആണ്. കണ്ടോ, അൽനിക്കോ ആണ്. സ്ഥിരകാന്തങ്ങൾ, അതായത് അതിനെന്താ നമ്മൾ പറയുന്നത്? പെർമനന്റ് മാഗ്നറ്റ്സ്. ഈ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അലോയ് ആണ്, ലോഹസങ്കരമാണ് ഏത്? അൽനിക്കോ എന്ന് പറയുന്നത്. അൽനിക്കോയിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെ ചേർന്നതാണ് അൽനിക്കോ? അലുമിനിയം, നിക്കല്, അതുപോലെ തന്നെ കൊബാൾട്ട്. അല്ലെ, അലുമിനിയം, നിക്കല്, കൊബാൾട്ട് ആണ് അൽനിക്കോല് ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കുറച്ച് ലോഹസങ്കരങ്ങളും അവയിലുള്ള ഘടകങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രധാന ഉപയോഗവും ഒന്ന് പരിചയപ്പെടാം. ലോഹസങ്കരങ്ങൾ ഏതാണ്? നിക്രോം നമ്മള് ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ ആയിരുന്നു. നിക്രോമിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നിക്കലും ക്രോമിയവുമാണ്. കണ്ടോ, നിക്കലും ക്രോമിയവുമാണ്. ആ പേരിൽ തന്നെ ഉണ്ട് നിക്രോം. നിക്കലും ക്രോമിയവുമാണ് നിക്രോമിന്റെ ഘടകങ്ങളായിട്ട്, കമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ് ആണ് ഇലക്ട്രിക് ഹീറ്റിംഗ് കോയിലുകൾ. മനസ്സിലായോ? എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇതാ അയൺ ബോക്സ് നമ്മൾ അറിയാം. നമ്മൾ അതിൽ സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഹീറ്റ്, ചൂട് വരും അല്ലെ. അപ്പൊ ആ ഇലക്ട്രിക് ഹീറ്റിംഗ് കോയിലുകളായിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്രോം ആണ്. അടുത്തത് ഏതാണ്? അടുത്ത അലോയ് നോക്കിക്കേ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പുണ്ട്, അതായത് നമ്മുടെ അയൺ, പിന്നെ ക്രോമിയം ഉണ്ട്, Cr, ക്രോമിയം, നിക്കൽ, കാർബൺ. കണ്ടോ, നിക്കൽ, കാർബൺ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏതൊക്കെയാണ്? അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പാത്രങ്ങളായിട്ട്, അതുപോലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന അലോയ് ആണ്. അതിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, ക്രോമിയം, നിക്കല്, കാർബൺ. ഓക്കെ, ഇനി വെങ്കലം എന്താണ്? ബ്രോൺസ് അല്ലെ. ബ്രോൺസിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പും ടിന്നുമാണ്. കോപ്പറും ടിന്നുമാണ് ബ്രോൺസിലെ ഘടകങ്ങൾ അല്ലെങ്കിൽ കമ്പോണൻസ്. ഇത് നമ്മൾ മെയിൻ ആയിട്ട് എന്തിലൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് വെങ്കല മെഡൽ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോ പ്രതിമകൾ, അതുപോലെ മെഡലുകള്, മണികള് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെങ്കലം നമ്മൾ യൂസ് ചെയ്യുന്നത്. വെങ്കലം എന്ന് പറയുന്ന ലോകസങ്കരം നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെമ്പും ടിന്നുമാണ് അതിലെ ലോഹങ്ങള്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയോ? അപ്പോ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോയ്സ് നിങ്ങളുടെ സിലബസിൽ ഒരു മെയിൻ ഹെഡിങ് ആണ് ലോഹസങ്കരം എന്നുള്ളത്. അപ്പൊ അതിലെ കുറച്ചധികം എന്താ പറയാ, ഇതുപോലെയുള്ളത് കളക്ട് ചെയ്ത് പഠിക്കാട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കണ്ടോ, ക്വസ്റ്റ്യൻ എന്താണ്? കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ബി എന്താണ്? കാൽസ്യം ഓക്സൈഡ്, സി കാൽസ്യം കാർബണൈറ്റ്, ഡി എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നേ? അറിയാമോ? നോക്കിക്കേ, നമുക്ക് നോക്കാം. കാൽസ്യം കാർബണൈറ്റ് ആണ് ഇതിന്റെ ആൻസർ. കാൽസ്യം കാർബണൈറ്റ് ആണ്. നോക്കിയേ, കുമ്മായം അടിച്ച ചുവരിൽ ഇത് എന്താണ്? വൈറ്റ് വാഷ് ചെയ്യാം. നമുക്കറിയാം ചുവര് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യും. അപ്പോൾ ആ വൈറ്റ് വാഷിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് മക്കളെ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഈ കുമ്മായമായിട്ട് അല്ലെങ്കിൽ വൈറ്റ് വാഷിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ചുവരിൽ അടിച്ചു കഴിയുമ്പോൾ വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായി
അത് പ്രവർത്തിച്ച് എന്തുണ്ടാകും? കാൽസ്യം കാർബണേറ്റ് CaCO3 കാൽസ്യം കാർബണേറ്റ് അവിടെ രൂപപ്പെടും. അപ്പൊ ആ കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നത് കൊണ്ടാണ് ആ ചുവരിന് കുറച്ച് എന്താ പറയാ ഒരു തിളക്കം ഉണ്ടാകുന്നത്. അത് കുറച്ച് സമയമെടുത്ത് നടക്കുന്ന പ്രോസസ്സാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡും വായുവിലെ കാർബൺ ഡയോക്സൈഡും കൂടി പ്രവർത്തിച്ച് അവിടെ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. അതാണ് എന്തിന് കാരണമാകുന്നത്? ആ ചുവരിലെ തിളക്കത്തിന് കാരണമാകുന്നത്. ക്ലിയർ ആയല്ലോ? കിട്ടിയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇരുമ്പ് ഫയലുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്വസ്റ്റ്യൻ എന്താണ്? ഇരുമ്പ് ഫയലുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ചേർക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻസ് നോക്കിക്കേ. FeCl3 അതുപോലെ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ബി എന്താണ്? FeOH ട്വൈസ് ഫെറിക് ഹൈഡ്രോക്സൈഡ് അല്ലെ, അതും ക്ലോറിനും ഉണ്ടാവുന്നു. സി എന്താണ്? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷനും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഡി എന്താണ്? അയേണും അതുപോലെ തന്നെ വാട്ടറും ഉണ്ടാകുന്നു, H2Oയും ഉണ്ടാകുന്നു. ഇവിടത്തെ ആൻസർ എന്താ വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇരുമ്പ് ഫയലുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് ഇവിടെ ഒരു ലോഹവും ആസിഡുമാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലെ, ഒരു ലോഹവും ആസിഡുമാണ് റിയാക്ട് ചെയ്യുന്നത്. മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ലോഹവും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുറത്തോട്ട് വരുന്ന വാതകം ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ലോഹവും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തോട്ട് വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ ഹൈഡ്രജൻ ഗ്യാസ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? നോക്കിക്കേ, ഇതിന്റെ ഉത്തരം ഏതാ? ഓപ്ഷൻ എ ആണ്. FeCl3യും H2ഉം ഉണ്ടാകുന്നു, അതായത് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തോട്ട് വരുന്നു. ഇവിടുത്തെ റിയാക്ഷൻ ഇതാണ്. Fe നമ്മുടെ അയൺ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? HClലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഉണ്ടാകുന്നത് അതിൻ്റെതായ ലവണവും, അതായത് നമ്മൾ എടുക്കുന്ന അനുസരിച്ചിരിക്കും. ഇപ്പൊ 2 HCl ആണെങ്കിൽ FeCl2 ഫെറസ് ക്ലോറൈഡ് ആണ് ഉണ്ടാവുക. അതിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ഗ്യാസ്. മെയിൻ ആയിട്ട് നിങ്ങൾ എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? വാതകത്തിനാണ്. അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു, ലോഹവും ആസിഡും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് വരുന്നത് ഹൈഡ്രജൻ എന്ന വാതകമാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ്? ഓക്കെ, താഴെ കുറച്ച് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. H2O ഉണ്ട്, NH3 ഉണ്ട്, CO2 ഉണ്ട്, OH മൈനസ് ഉണ്ട്. ഇതിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ്? അപ്പൊ ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളവരെയാണ് എന്ത് പറയുന്നത്? ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ നമുക്ക് ആദ്യം നോക്കാം. ആൻസർ കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ. ആൻസർ കാർബൺ ഡയോക്സൈഡ് ആണ്. നിങ്ങൾ ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കേ. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ കേന്ദ്രമായിട്ട് നിൽക്കുന്ന ആറ്റം ഏതാണ്? ഓക്സിജൻ ആണ്. ആണല്ലോ. ഈ ഓക്സിജനില് ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതെ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ അവരവിടെ വെറുതെ നിൽക്കാല്ലേ. ആ ഇലക്ട്രോൺ ജോഡികളെ എന്ത് ചെയ്യാനായിട്ട് വാട്ടറിന് പറ്റും, ജലത്തിന് സാധിക്കും. ആ ഇലക്ട്രോൺ ജോഡികളെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതെന്താണ്? അതൊരു ലൂയിസ് ബേസ് ആണ്. കേട്ടോ, ലൂയിസ് ബേസ് ആണ്. ഇനി അടുത്തത് NH3 ആണ്. NH3 ആരാ? NH3 ആരാടാ? NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ ആണ് അല്ലെ. അമോണിയയിലെ കേന്ദ്ര ആറ്റം ഏതാണ്? നൈട്രജൻ അല്ലേ. നൈട്രജനിലും ഇതുപോലെ തന്നെ ആരുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതെ വെറുതെ അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ ആർക്ക് സാധിക്കും? അമോണിയയ്ക്കും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ലൂയിസ് ബേസ് ആണ്. പിന്നെ ലാസ്റ്റത്തെ ആളാരാ? OH മൈനസ്. OH മൈനസിലും ഈ ഓക്സിജന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ അവരെയും വിട്ടുകൊടുക്കാനായി സാധിക്കും. എന്നാൽ നമ്മുടെ ഉത്തരമായ കാർബൺ ഡയോക്സൈഡ്
കാർബൺ ഡയോക്സൈഡിന്റെ കേന്ദ്ര ആറ്റം ആരാണ്? കാർബൺ ആണ്. കാർബണില് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കില്ല, ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് ഏതാണ്? ലൂയിസ് ആസിഡ് ആണ്. മനസ്സിലായോ? കാർബൺ ഡയോക്സൈഡ് ഇലക്ട്രോൺ ജോഡികളെ സ്വീകരിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ലൂയിസ് ആസിഡ് എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ലൂയിസ് ആസിഡ് ആണ്. കിട്ടിയല്ലോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ അല്ലെ. അപ്പൊ അതിന്റെ അകത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. ഐസ് ഉരുകുന്നു, ഐസ് മെൽറ്റ് ചെയ്യുന്നു. ബി എന്താണ്? പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു. സി എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഡി എന്താണ്? ജലം തിളയ്ക്കുന്നു അല്ലെ. ഇതിൽ രാസമാറ്റത്തിന്റെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? രാസമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. പെർമനന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നടക്കുന്ന മാറ്റമാണ്. അതായത് അവിടെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിലായോ? അവിടെ ഒരു രാസപ്രവർത്തനം നടന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നു. അവർക്ക് പഴയ സ്റ്റേജിലോട്ട് പോവാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവരാണ് രാസമാറ്റങ്ങൾ നടക്കുന്ന വസ്തുക്കൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ എന്താണ്? ഐസ് ഉരുകാണ്. ഐസ് ഉരുകുന്നത് നമുക്കറിയാം. ഐസ് ഉരുക്കി കഴിഞ്ഞ് അതിനെ നമ്മൾ വീണ്ടും ഒന്ന് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഉരുകിയുണ്ടായ വെള്ളം തിളച്ച് വേപ്പറായിട്ട് മാറും. അതായത് അതിന്റെ ആ ഒരു സെയിം അവസ്ഥയിലല്ല അത് നിൽക്കുന്നത്, അതിങ്ങനെ മാറി മറിയുന്നുണ്ട്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു. പിന്നെ അതായാലും അവിടെ എന്താണ്? ഒരു രാസമാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സി എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഇവിടുത്തെ ആൻസർ നോക്കിക്കേ, ഓപ്ഷൻ സി ആണ്. ഇരുമ്പ് തുരുമ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? അയൺ അല്ലെ. അയണ് എയറുമായിട്ട്, വായുവിലെ ഓക്സിജനുമായി റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഒരു രാസമാറ്റം അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനം നടന്ന് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സൈഡ് അവിടെ ഉണ്ടാവുമ്പോഴാണ് അവിടെ തുരുമ്പെടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ്, ഒരു പുതിയ ഉൽപ്പന്നം അവിടെ ഉണ്ടാകുകയാണ്. ആ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ പഴയ സ്റ്റേജിലോട്ട് പോവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇരുമ്പ് തുരുമ്പിക്കുന്നു. കേട്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? അതായത് ഇത് നമ്മുടെ വാതക നിയമവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വാതക നിയമങ്ങൾ പഠിക്കാനുണ്ടല്ലോ. മർദ്ദം സ്ഥിരമാണ്. മർദ്ദം എന്ന് പറഞ്ഞാൽ ആരാ? പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ സ്ഥിരമാണ്. താപനില വർദ്ധിക്കുന്നു. താപനില, ടെമ്പറേച്ചർ. മർദ്ദം സ്ഥിരമായിരിക്കുന്ന ഒരു വാതകത്തിന്റെ താപനില എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. അപ്പോ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന്, വ്യാപ്തമാരാണ്? വോളിയം അല്ലെ. ഈ വോളിയത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എടാ, നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എന്താ? ഓപ്ഷൻ എ വ്യാപ്തം കുറയുന്നു. ഓപ്ഷൻ ബി വ്യാപ്തം വർദ്ധിക്കുന്നു. സി എന്താണ്? വ്യാപ്തം ഒരുപോലെയാണ്, ഒരു മാറ്റമില്ല. ഡി എന്താണ്? വ്യാപ്തം 0 എന്ന് പറയുന്നു. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? താപനിലയും വ്യാപ്തവും എങ്ങനെയാണ്? നേരനുപാതത്തിലാണ്. മനസ്സിലായോ? മർദ്ദം സ്ഥിരമായിരിക്കുന്ന ഒരു വാതകത്തിന്റെ താപനിലയും വ്യാപ്തവും എങ്ങനെയാണ്? നേരനുപാതത്തിലാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ നിയമം ഏതാണ്? ചാൾസ് നിയമമാണ് അല്ലെ. വാതക നിയമത്തില് നമ്മൾ ഒരുപാട് നിയമങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ചാൾസ് നിയമമാണ് താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ താപനിലയും വ്യാപ്തവും നേരനുപാതത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ കൂടുമ്പോ മറ്റേയാളും കൂടില്ലേ? അല്ലെങ്കിൽ ഒരാൾ കുറയുമ്പോ അടുത്ത ആളും കുറയും. അതാണ് നേരനുപാതം എന്ന് പറയുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്ത് ഇതാ കണ്ടോ, താപനില വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ താപനില ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വോളിയം എന്ത് സംഭവിക്കും? നമ്മുടെ വ്യാപ്തവും ഇൻക്രീസ് ചെയ്യണ്ടേ? ചെയ്യണം. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വ്യാപ്തം വർദ്ധിക്കുന്നു. താപനില കൂടുമ്പോൾ വ്യാപ്തം വർദ്ധിക്കുന്നു. കണ്ടീഷൻ എന്താ? മർദ്ദം സ്ഥിരമായിരിക്കണം. നിയമം ഏതാ?
ചാൾസ് നിയമമാണ്. ക്ലിയർ ആയോ? നമ്മുടെ എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പഠിക്കണം. ഒപ്പം തന്നെ ആ അലോയി സ്റ്റീല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ലോഹസങ്കരങ്ങള്, അയിരുകള്, ആ പോർഷൻസ് ഒക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ നമുക്കറിയാം VFAയുടെ എക്സാം ഡേറ്റ് അടുത്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് CCയിൽ ഇവിടെ ഒരു 60 day ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിലോട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഇതാണ് 8590202323. ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവരുടെയും ഈ പറയുന്ന VFA എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഈ ടോപ്പിക്ക് നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.